നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ വിജയത്തെ തടയുന്ന ചില ഭാരങ്ങൾ എടുത്തു മാറ്റിയാൽ വലിയ വിജയം നിനക്കായി കാത്തിരിക്കുകയാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ഒരു സുപ്രഭാതത്തിൽ അവൻ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത് ജീവിച്ചോണ്ട് ഓട്ടമത്സരം വെച്ചിരിക്കുന്ന സമയത്ത് ആ ദിവസം ഓട്ടമത്സരം വെച്ച ദിവസം വന്നുകൊണ്ട് അവൻ ഓടുകല്ല. ആ ഓട്ടമത്സരം നടക്കുന്നതിന് മുൻപുള്ള സമയങ്ങളിൽ നല്ലതുപോലെ ഓടി വിജയിക്കാൻ വേണ്ടുന്ന സകലമാന പരിശീലനങ്ങളും അവൻ ചെയ്തിരിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിലുള്ള ഓട്ടം നാം മുൻപോട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ചില ഒരുക്കങ്ങൾ ആവശ്യമാണ്. എവിടൊക്കെ ഒരുക്കങ്ങൾ ഇല്ലാതാകുന്നു അവിടൊക്കെ ക്ഷീണിച്ച് പരാജയപ്പെടും. ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വന്ന് പറയാം, ചില ഒരുക്കങ്ങൾ ഈ ദിവസങ്ങൾ നിനക്കുണ്ടാകട്ടെ. 2023 ഒരുക്കമില്ലാത്ത ജീവിതമെല്ലാം അവസാനിച്ച് ഒരുക്കമുള്ള ജീവിതം 2024 ശക്തമേറിയ ഒരുക്കത്തോടെ നീ ജീവിക്കാൻ തയ്യാറായാൽ ഓട്ടക്കളത്തിൽ ഓടുന്ന അനേകരുണ്ട്, പക്ഷേ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീയും കാണുമെന്ന് ഇന്ന് പകൽക്കാലം അറിയാതെ പോകരുത്. ആമേൻ. ഈ പ്രാക്ടീസ് അല്ലെങ്കിൽ ഈ പരിശീലനമാണ് രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. എന്തിന്? വിജയിക്കാൻ. വേണ്ടേ വിജയം? അതോ ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയാൽ മതിയോ? പ്രശ്നങ്ങളിൽ തകർന്നോ കണ്ണുനീരിൽ പെട്ട് വിഷയത്തിന് മറുപടിയില്ലാതെ ഇങ്ങനെ മുൻപോട്ട് ഇങ്ങനെ പോയാൽ മതിയോ? അല്ല, ഒരു വിജയം വിഷയത്തിന്റെ മേൽ ആവശ്യമാണ്. ഒരു വിജയം ജീവിതത്തിന്റെ മേൽ ആവശ്യമാണ്. രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കണം. ഒന്ന് എന്താണ്? സകല ഭാരം. രണ്ട്, മുറുകെ പറ്റുന്ന പാപം. ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് രണ്ടും മാറ്റി കൃപാസനത്തോടടുത്തു വന്ന് ദൈവത്തോട് കരുണയ്ക്കും സഹായത്തിനുമായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വലിയ വിജയം നിനക്കായി കാത്തിരിക്കുന്നു. വലിയ വിജയം നിന്റെ കുടുംബത്തിനായി കാത്തിരിക്കുന്നു. വലിയ വിജയം നിന്റെ തലമുറകൾക്കായി കാത്തിരിക്കുന്നു. വലിയ വിജയം നിന്റെ വാക്തത്വത്തിനായിട്ട് കാത്തിരിക്കുന്നു. യെസ് ലോർഡ്, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. സകല ഭാരം. എന്താ ഈ സകല ഭാരം? രണ്ട് കാര്യങ്ങൾ വിടണമല്ലോ. എന്താ ഈ ഭാരം? ഈ ഓടുന്ന ഓട്ടക്കളത്തിലും ഓട്ട മത്സരം വെച്ച സമയത്ത് ഓട്ടക്കളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് ഓടാനായിട്ട് നിങ്ങളാന്ന് വിചാരിക്കുക. നിങ്ങൾ വളരെ തയ്യാറെടുപ്പ് പോലെ ഓട്ടക്കളത്തിൽ വന്ന് നിൽക്കുകയാണ്. കുറെ പേര് ലൈനിൽ നിൽപ്പുണ്ട്, ഓടാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ തോളിൽ ഒരു വലിയ ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ബാഗ് നിങ്ങൾക്ക് തന്നാൽ, ഇച്ചിരി വെയിറ്റ് ഉള്ള ബാഗും കൂടെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ തോളിൽ ഇട്ടുകൊണ്ട് ഓടാൻ നിന്നാൽ നിങ്ങൾ വിജയിക്കത്തില്ല. കാരണം ഈ ഭാരം എടുത്തു മാറ്റിയാൽ ഇച്ചിരിയും കൂടെ സ്പീഡിൽ ഓടാൻ പറ്റും. ഈ ഭാരം തൂക്കിക്കൊണ്ട് ഓടാൻ നിന്നാൽ
ഇച്ചിരി സ്ലോ ആകും. പതുക്കെ പോകാനൊക്കത്തുള്ളൂ, പതുക്കെ ഈ ഓട്ടം ഓടാനൊക്കത്തുള്ളൂ. നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ വിജയത്തെ തടയുന്ന ചില ഭാരങ്ങൾ എടുത്തു മാറ്റിയാൽ വലിയ വിജയം നിനക്കായി കാത്തിരിക്കുകയാണ്. ഏതൊക്കെയാണ് നിന്റെ ഭാരം? പ്രാർത്ഥനയിൽ നിനക്ക് മുൻപോട്ടിരിക്കാൻ കഴിയാതെ നിന്നെ വിഷമിപ്പിച്ച് നിരാശപ്പെടുത്തിയ, നിന്റെ ആത്മീയതയുടെ നടുവിൽ നിന്നെ വളരെയധികം നിന്നെ വളരെയധികം അതിനെ ബ്രേക്ക് ചെയ്യിപ്പിച്ചതായിരിക്കുന്ന വിഷയം, ഒന്നുകൂടെ പറഞ്ഞാൽ നിന്നെ നിരാശപ്പെടുത്തിയ വിഷയം, ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ നിന്നെ തടയുന്ന, നിന്റെ അകത്ത് വെളിപ്പെടുന്ന മനസ്സിന്റെ ഭാരങ്ങൾ, ചില നിരാശകൾ, ചില ഭയങ്ങൾ, ചില പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ ഓട്ടം ഓടി വിജയം കൈവരിക്കാൻ കഴിയാതെ നിന്നെ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നതിനെ നീ എടുത്തു മാറ്റാൻ തയ്യാറാണെങ്കിൽ വലിയ വിജയം നിനക്കായി കാത്തിരിക്കുകയാണ്.